ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ ഈ പ്ലാന്റ് കണ്ടോ നിങ്ങൾ? നല്ല കരുത്തിൽ ഒരുപാട് തൈകളൊക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലേ? അതേപോലെ വേറൊരു പ്ലാന്റും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഈ പ്ലാന്റ് അത്യാവശ്യം നല്ല ബുഷിയാണ്. ഈ പ്ലാന്റ് നോക്കൂ, ഇതും നല്ല ബുഷിയായിട്ട് വന്നണല്ലേ. നല്ലോണം തൈകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലാന്റും കൂടെ ഉണ്ട്. ഇത് നോക്കൂ, ഇതും അതുപോലെ തന്നെ നന്നായിട്ട് കിക്കീസൊക്കെ വന്ന് നല്ല ബുഷിയായിട്ട് നല്ല വലിയ പ്ലാന്റ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ 3 പ്ലാന്റിന് എന്താണ് ഇത്ര അധികം തൈകൾ വരാൻ സൂത്രം ചെയ്ത് വെച്ചിട്ടുള്ളതെന്നല്ലേ? ആ സൂത്രം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിനു മുമ്പ് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. എന്നാ വരി, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചെയ്ത് വെച്ച കൂടോത്ര സൂത്രം. ഇവിടെ ഒരു സാധനം ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള കൂടോത്രം. ഇതെന്താണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? ഇതാ ഇവിടെയുണ്ട് നമ്മുടെ സൂത്രപ്പണി. അപ്പുറത്തെ പ്ലാന്റിലും ഞാനത് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഉളുക്കോ ചതവോ ഒക്കെ വരുമ്പോഴാണ് ഇതുപോലത്തെ കിഴി കെട്ടിയിട്ടുള്ള ചികിത്സ ചെയ്യല്. എന്നാൽ നമ്മുടെ ഓർക്കിഡിനും ഇതുപോലത്തെ ഒരു കിഴി കെട്ടലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കിഴിക്കുള്ളിൽ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ കിഴിക്കുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നത് ഇതാണ് കേട്ടോ. ഇത് നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയുണ്ട്, അതുപോലെ തന്നെ നല്ല ഉണങ്ങിയ കമ്പോസ്റ്റും ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നമ്മൾ ഇതുപോലത്തുള്ള കവറിൻ്റെ തുണി ഇതേപോലത്തെ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണി ആയാലും മതി കേട്ടോ. അതിൽ രണ്ടും ഒരു നുള്ളെടുത്തിട്ട് നമ്മൾ ഒരു നുള്ള് മീൻസ് നമ്മുടെ ഒരു 5 വിരൽ കൂട്ടി പിടിച്ചാലുള്ള അത്രയും, അതായത് ഒരു സ്പൂണൊക്കെ മതിയാവും. ഒരു സ്പൂണ് ചാണകപ്പൊടിയും അതേപോലെ ഒരു സ്പൂണ് കമ്പോസ്റ്റ് മിക്സായിട്ട് വരുന്നത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നല്ല നൈസായിട്ട് പൊടിച്ചത് തന്നെ വേണം കേട്ടോ. നൈസ് മീൻസ് ഇതുപോലെ തന്നെ പൊടിഞ്ഞത്, നന്നായിട്ട് ഉണങ്ങിയതാവണേ. പിന്നെ ഉണങ്ങാത്ത കമ്പോസ്റ്റും ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഈ പ്ലാന്റ് ചീത്തയായി പോയാൽ എന്നെ ആരും പറയരുത് കേട്ടോ. ഞാൻ നന്നായിട്ട് ഉണങ്ങിയതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നല്ല കിഴിയാക്കിയിട്ട് റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ടാട്ടോ ഞാൻ കെട്ടിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇത് കിഴിയാക്കിയിട്ട് നമ്മൾ ഓരോ ഓർക്കിഡിൻ്റെ പോട്ടിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ സൂത്രം 3 മാസം മുന്നേ എൻ്റെ 3 പ്ലാന്റിലൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഇതുപോലത്തെ വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അഥവാ പ്ലാന്റ് നശിച്ചു പോകുമോ എന്നൊക്കെയുള്ളൊരു പേടിയുള്ളതുകൊണ്ട് ഞാനത് ജസ്റ്റ് 3 പ്ലാന്റിൽ മാത്രം ചെയ്ത് നോക്കിയതാണ്. പക്ഷെ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കുറച്ച് പ്ലാന്റിനും കൂടെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ വുഡിൽ കുറച്ച് പ്ലാന്റുകൾ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതുപോലത്തെ നമ്മൾ ഉള്ളിയുടെ ചാക്കിൽ നമുക്ക് വെജിറ്റബിൾ സ്റ്റോറിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ചാക്കുണ്ടല്ലോ, അതിൽ ഇത് ഉള്ളിൽ വെച്ചിട്ട് അതുകൊണ്ട് കെട്ടിയിട്ടാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ നമുക്ക് ഇത് എന്താവും എന്നുള്ളത് നോക്കാം. നല്ലോണം ഉണങ്ങി പൊടിയായ ചാണകപ്പൊടി തന്നെ എടുക്കണം കേട്ടോ, അതല്ലെങ്കിൽ ഫംഗൽ വരെ. പിന്നെ ഞാനൊരു വീഡിയോയിൽ കണ്ടത് ആട്ടിൻ കാഷ്ടാണ് അവർ ഉപയോഗിക്കുന്നത് കേട്ടോ. പക്ഷേ എനിക്കത് കിട്ടാനില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ചാണകപ്പൊടി യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെന്താ, പിന്നെ
പറയാനുള്ളത്, നമുക്ക് ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിനി ഒരാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ സാധാരണ വളം കൊടുക്കുമല്ലോ, അതൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് കൂടുതൽ സൗകര്യമാവാം. നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലാന്റ് ഇപ്പോൾ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ നമ്മളെ വീട്ടുകാരൊന്നും അത്ര കെയർ ചെയ്യൊന്നും ഉണ്ടാവില്ലല്ലോ. ആ സമയത്ത് അവരെ നനക്കാനൊക്കെ ഏൽപ്പിക്കുമ്പോൾ ഫെർട്ടിലൈസർ കൊടുക്കാൻ അവർക്ക് അത്ര അറിയുണ്ടാവില്ല. അപ്പോൾ അവരെ നനക്കാൻ മാത്രം ഏൽപ്പിച്ചാൽ മതി, ഫെർട്ടിലൈസർ കൊടുക്കാനൊന്നും ഏൽപ്പിക്കണ്ട. ഇതുപോലെ ചെയ്ത് വെച്ചാൽ എനിക്ക് തോന്നുന്നു 1 വർഷമോ 2 വർഷമൊക്കെ അതിന് വേണ്ട ഫെർട്ടിലൈസർ ആ ഒരു നമ്മൾ ചെയ്ത് വെക്കുന്ന ആ കൂടോത്ര സൂത്രപ്പണിയിൽ നിന്ന് കിട്ടും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വീട്ടിൽ പോകുന്ന സമയത്തൊക്കെ വീട്ടിൽ നമ്മൾ ആരെങ്കിലും ഏൽപ്പിക്കുമല്ലോ, അപ്പോൾ അവരെ നനക്കാൻ മാത്രം ഏൽപ്പിച്ചാൽ മതി, ഫെർട്ടിലൈസർ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതെനിക്ക് ഭയങ്കര സൗകര്യമായിട്ടും തോന്നി കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഒരുപാട് സംസാരിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നും കേൾക്കണവർക്ക് ഭയങ്കര ബോറാവും, നീട്ടി വലിച്ച് വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ പറയണ പോലെ തോന്നും. എന്തായാലും നമ്മൾ ഇത് വെച്ചതിന് ശേഷം നന്നായിട്ട് നനക്കട്ടെ. നമ്മൾ സാധാരണ നമ്മൾ പ്ലാന്റ് നനക്കണ സമയത്ത് നനയ്ക്കുമ്പോൾ നമ്മൾ ഈ സൂത്രത്തിൽ കൂടെ വെള്ളം ജസ്റ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ആവശ്യത്തിന് വേണ്ട വെള്ളം ആ വേരുകൾ അതിൽ നിന്ന് വലിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കുക. റിസൾട്ട് കണ്ടറിയണം, എന്നാൽ തന്നെ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ. എന്തായാലും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണം താല്പര്യമുള്ളവർ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ഗുഡ് ബൈ.